കേരള നിയമസഭയിൽ ചരിത്രപരമായ ഒരു സുപ്രധാന തീരുമാനം കൂടി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 16ാം നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സഭയിൽ നടന്ന വാശിയേറിയ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 99 വോട്ടുകൾ നേടിയാണ് ഷാനിമോൾ ഉസ്മാൻ ഉജ്ജ്വല വിജയം കൈവരിച്ചത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ത്രീ മുന്നേറ്റത്തിന്റെയും പാർലമെന്ററി പ്രാതിനിധ്യത്തിന്റെയും പുതിയൊരു സുവർണ അധ്യായം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പോടെ കുറിക്കപ്പെടുന്നത്. കേവലം ഒരു പദവി എന്നതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം ഈ വിജയത്തിനുണ്ട്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ ചരിത്രത്തിൽ വനിതകൾക്ക് ഉന്നത പദവികൾ ലഭിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും സംഭവിക്കാവുന്ന ഒന്നല്ല എന്ന് ഈ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. നീണ്ട 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കേരള നിയമസഭയിൽ എത്തുന്നതെന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. ദീർഘകാലമായി പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരുന്ന ഈ പീഠത്തിലേക്ക് ഒരു വനിതാ നേതാവ് എത്തുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് പുതിയൊരു കരുത്തായി മാറും. നിയമസഭയുടെ ചരിത്ര താളുകളിൽ സ്വന്തം പേര് ചേർത്തു വെച്ചാണ് ഷാനിമോൾ ഉസ്മാൻ എന്ന ഈ പദവിയിലേക്ക് നടന്നു കയറിയത്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. ഇതിനു മുൻപ് ഈ പദവി അലങ്കരിച്ച പ്രമുഖരായ വനിതാ നേതാക്കളുടെ നിരയിലേക്കാണ് സഭയിലെ തന്റെ ദീർഘനാളത്തെ പ്രവർത്തന പരിചയവുമായി ഷാനിമോൾ ഉസ്മാനും കടന്നു വരുന്നത്. പൊതുരംഗത്തും രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സഭയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിനും വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പ് പുതിയൊരു ദിശാബോധം നൽകും. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സഭയിലെ വനിതാ അംഗങ്ങൾ ഈ തീരുമാനത്തെ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ സഭയുടെ നിയന്ത്രണം കൈയാളാൻ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ പുതിയൊരു തുടക്കമാകും.